ഞാനത് ടി വിയിൽ കണ്ടു. അതങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അവർ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് 100% ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവകാശമുണ്ട്. ആ സ്റ്റേറ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാം. അതാണ് സത്യം, അതാണ് ഫാക്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് LDF തന്നെ CPI അടക്കം ഈ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അപ്പം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വഴി ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കുമെന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. അങ്ങനെ തന്നെയല്ലേ സത്യത്തിൽ ഇതുവഴി ഉദ്ദേശിക്കുന്നത്? തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. താങ്കൾക്കെതിരെ ഉയർന്ന വലിയൊരു ഭൂമി കുംഭകോണ ആരോപണമുണ്ട്. അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശ്രദ്ധ ധരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ചെയ്തോളൂ. തെറ്റാണോ? താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണ്ടേ? വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ? നിങ്ങൾ പറയണ്ട. വലിയ പ്രതിസന്ധിയല്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് പറയാത്തത്?